ഹായ് ഗൈസ്, യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. മച്ചമാരെ, നമ്മളിന്ന് യാത്ര പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ സമ്മർ കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഞായറാഴ്ചയാണ് യാത്ര പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുമെന്നറിയാം. എന്നിരുന്നാലും അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏകദേശം മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ കൊച്ചിൻ സമ്മർ കാർണിവലിനുള്ള ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് തന്നെ നമ്മൾ എത്തി. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് സഞ്ചാരികളും ഫാമിലി ഫ്രണ്ട്സും ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് അറേഞ്ച്മെൻറ്റും ഇവരിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ കാണുന്നത് സ്കൈ ഡൈനിങ് ആണ്. മുകളിലിരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളങ്ങനെ 100 രൂപയുടെ ടിക്കറ്റ് എടുത്തു. 100 രൂപയാണ് ഒരാളുടെ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറാണ്. ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അതെല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യുക. അതിനനുസരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച് അടുത്ത ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് കയറിയിരിക്കുകയാണ്. ഈ കാണുന്ന ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല നീല കളറിലുള്ള ലൈറ്റുകളും അതുപോലെ തന്നെ അതിൽ ചുവന്ന പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കയറിയപ്പോൾ തന്നെ അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒരുപാട് പക്ഷികൾ ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. കൂടോ കാര്യങ്ങളൊന്നുമില്ല, ഓപ്പണായിട്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ പക്ഷികൾ, പലതരത്തിലുള്ള പക്ഷികൾ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചയാണ് നമുക്ക് ആദ്യം തന്നെ കാണാനായിട്ട് കഴിഞ്ഞത്. ആളുകളൊക്കെ ഇങ്ങനെ അതിശയത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ തലയ്ക്ക് മുകളിലൂടെയായിട്ട് ഇങ്ങനെ പറന്നു പോകുന്നൊരു കാഴ്ച, വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ആദ്യമായിട്ട് തന്നെ കാണാൻ കഴിഞ്ഞത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ചെറിയ പക്ഷികൾ, അതുപോലെ ആമ, പാമ്പ് എല്ലാം ആളുകൾക്ക് കാണുന്ന നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിഞ്ഞത്. നല്ല ഭംഗിയുള്ള ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ പൂച്ചകളും അങ്ങനത്തെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. നമുക്കതിനെ തൊട്ടടുത്ത് പോയിട്ട് തന്നെ കാഴ്ചകൾ കാണാനായിട്ടുള്ള സൗകര്യം ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ ചെറിയ പക്ഷികൾ ഇങ്ങനെ നമ്മളുടെ മുകളിലൂടെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ പറന്നു പോകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ പൂച്ചകളുണ്ട്. അതുപോലെ അപ്പുറത്തൊക്കെ നിറയെ ആളുകളായിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ഇത്ര ആളുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളുടെ പുറകിലൂടെ ഒരുപാട് ആളുകൾ കയറി നല്ല തിരക്കായി. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പക്ഷികളെ നമ്മളുടെ തോളിൽ കയറ്റിയും അതുപോലെ തന്നെ പാമ്പിനൊക്കെ തോളിലൂടെ ഇട്ടിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ ആളുകൾ. അത്യാവശ്യം കുറച്ച് ധൈര്യമുള്ളവർക്കൊക്കെ ഇത് ചെയ്തു നോക്കാവുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇവിടെ മറ്റൊരു പക്ഷിയും കൂടി ഉണ്ട്. കുറേ ആളുകൾ കൂടിയൊന്നും തന്നെ നമുക്ക് കാഴ്ചകൾ ശരിക്കും കാണാനായിട്ടും സാധിക്കുന്നില്ല. കാരണം അത്രയധികം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷികളിങ്ങനെ കൂട്ടമായിട്ട് മരച്ചില്ലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ നേരം കഴിയുമ്പോൾ നമ്മളുടെ അടുത്തുകൂടെ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു കാഴ്ചയും നല്ല രീതിയിൽ തന്നെ എല്ലാ കാഴ്ചകളും നമുക്കിവിടെ കാണാനും സാധിക്കുന്നുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ശരിക്കും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാവുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഇവിടെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇതൊരു നഷ്ടമായിട്ട് തോന്നില്ല കേട്ടോ. കാരണം 100 രൂപയ്ക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെയാണ് ശരിക്കും അമ്പരപ്പിക്കുന്ന കാഴ്ചയുള്ളത്. അതായത് മർമെയ്ഡാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിങ്ങനെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോയ്ക്ക് ശരിക്കും നമുക്കിങ്ങനെ പോസ് ചെയ്ത് തരും. അതുപോലെ നമുക്കിങ്ങനെ ഹായ് തരും. അടിപൊളിയാണ് ശരിക്കും. നമുക്കിങ്ങനെ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കാം. നമ്മളുടെ സെൽഫിയിലും ഉൾപ്പെടുത്താം മർമെയ്ഡിനെ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാഴ്ചയും കൂടി നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല. അടിപൊളി കാഴ്ച തന്നെയാണ്. നമ്മളങ്ങനെ മർമെയ്ഡായിട്ട് ചെറിയൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. നമുക്ക് വേണ്ടിയും കുറച്ച് നേരം ഒരല്പസമയം പോസ് ചെയ്ത് തന്നു. എന്നിരുന്നാലും അതിനകത്ത് ഈ കാഴ്ചകൾ കാണിച്ച് നമ്മളെ അമ്പരിപ്പിക്കുന്ന സമ്മതിക്കണം. അത് എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളങ്ങനെ അടുത്തൊരു സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു 360 ഡിഗ്രി ഒരു ഷോ വരുന്നുണ്ട്. അതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. കാരണം ആദ്യം കയറിയ ആളുകൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്രയും നേരം നമുക്ക് ഇതിനകത്ത് ഷോ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ നമ്മൾ ശരിക്കും അമ്പരന്ന് പോയി. കാരണം എല്ലാ ഭാഗങ്ങളിൽ നിന്നും നോക്കുമ്പോൾ ഫുൾ സ്ക്രീനാണ്. ശരിക്കും എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ട് വിഷ്വൽസ് കാണാനായിട്ട് സാധിക്കും. 360 ഡിഗ്രി വ്യൂ ആണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മൾ കയറി അങ്ങനെ ഷോ ആരംഭിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരു എൻട്രൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഷോ തുടങ്ങിയപ്പോൾ തന്നെയുള്ള ഒരു വിഷ്വൽസൊക്കെ അടിപൊളിയാണ്. എല്ലാ ആളുകളും ശരിക്കും അമ്പരന്ന് പോയി തുടങ്ങിയപ്പോൾ തന്നെ.
അങ്ങനെ നമ്മളിങ്ങനെ ഈ ഷോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കുറച്ച് നേരം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും ഇതിൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, എന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. ശരിക്കും നമ്മളതിലിങ്ങനെ ഇൻവോൾവ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാഴ്ചകൾ കണ്ടങ്ങനെ പുറകോട്ടേക്ക് ക്യാമറ നോക്കിയപ്പോഴാണ് ആളുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മളിങ്ങനെ ഓരോ വിഷ്വൽസും പല പല വെറൈറ്റി വിഷ്വൽസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നതും അതുപോലെ പിറകോട്ട് പോകുന്നത് പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. എല്ലാവരും വളരെയധികം കൗതുകത്തോടു കൂടിയാണ് നിന്ന് കാഴ്ചകൾ കാണുന്നത്. കുട്ടികൾക്കൊന്നും ഒരു പിടിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്. ശരിക്കും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ശരിക്കും നമ്മളിങ്ങനെ അതിലൂടെ സഞ്ചരിക്കുന്നതായിട്ടൊരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. ഈ വെക്കേഷന് കുട്ടികളുമൊത്തും നമുക്ക് പോകാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കൊച്ചിയിലെ ഈ ഒരു സമ്മർ കാർണിവൽ. ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. അതുപോലെ തന്നെ ഒരു നല്ല കാഴ്ചയല്ലാതെ നമുക്കൊന്നും കാണാനായിട്ട് ഇവിടെ സാധിക്കില്ല. അത്രയും മനോഹരമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ്. നമ്മളങ്ങനെ അടുത്തൊരു ഭാഗത്ത് പോയി വന്നപ്പോൾ ഇവിടെ ഹ്യൂമനോയിഡ് റോബോട്ടാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ആൾ പെർഫോം ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്തൊക്കെയോ ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഓരോ ഭാഗത്തേക്കായിട്ട് തിരിയുന്നുണ്ട്. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപാട് കൗതുകം ഉണർത്തുന്ന മറ്റൊരു കാഴ്ച തന്നെയാണിത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾ ഒന്നും കൂടി അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തു തുടങ്ങി. കാരണം നല്ല രീതിയിൽ ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്, എല്ലാവർക്കും ഹായ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവരും അത്ഭുതത്തോടെ നിന്ന് നോക്കുന്നുമുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ടാണ് മറ്റൊരു റോബോട്ടും ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതും നല്ല രീതിക്ക് തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട റോബോട്ടിൽ നിന്നും ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ഇത് ശരിക്കും ഒരു മൃഗത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ആളിങ്ങനെ നിൽക്കും, പിന്നെ ഒന്ന് ജമ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികളെ നല്ല രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിലാണ് ആൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. കുട്ടികൾക്കായിട്ടാണ് ഏറെക്കുറെ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അടുത്തൊരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ സ്വീറ്റ്സിൻ്റെ അതുപോലെ തന്നെ ഒരുപാട് ഷോപ്സ്, സ്റ്റാളുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്കിവിടെ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. ഈ ഭാഗത്തായിട്ടാണ് സ്കൈ ഡൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ അത്യാവശ്യം നല്ല മുകളിലോട്ട് പോകും. അവിടെ നിന്നാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതിലെന്തായാലും നമ്മൾ പോകുന്നില്ല. നമ്മൾ അടിയിൽ നിന്ന് നോക്കിയിട്ട് ആ കാഴ്ചകളിങ്ങനെ നമ്മളുടെ വീഡിയോയിൽ ചിത്രീകരിക്കുന്നുള്ളൂ. അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ചെറിയ രീതിയിൽ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള എല്ലാ റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും കയറാം. നമ്മളെന്തായാലും അവിടെ നിന്ന് കയറുന്നില്ല, നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തുമാവട്ടെ നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.